കടുപ്പത്തിലൊരു കഥയുടെ ഇന്നത്തെ സെഷനിലേക്ക് എല്ലാവർക്കും സ്നേഹത്തോടെ സ്വാഗതം. എല്ലാവരുടെയും ഓണ തിരക്കുകളും ഓണാഘോഷങ്ങളും ഒക്കെ കഴിഞ്ഞ് ആ ഹാങ് ഓവറിൽ നിന്ന് മാറിയപ്പോഴേക്കും തന്നെ നവരാത്രി കാലമായി അല്ലേ? ജീവിതത്തിൽ ആഘോഷങ്ങളും സംഭവങ്ങളും ഒക്കെ പലപ്പോഴും ഇങ്ങനെ തന്നെയാണ്, ഒന്നിനു പിറകെ ഒന്നായി വന്നുകൊണ്ടേയിരിക്കും. കാലാവസ്ഥയുടെ കാര്യത്തിലും ജീവിതത്തിൻ്റെ കാര്യത്തിലെ പോലെ തന്നെ ഇപ്പോൾ തികഞ്ഞ അനിശ്ചിതത്വമാണ്. സാധാരണ ഈ സമയത്ത് വെയിൽ തെളിഞ്ഞു നിൽക്കേണ്ട സമയവും കൃഷിയിലേക്കൊക്കെ ഇറങ്ങേണ്ട സമയവുമാണ്. എന്നാൽ തുലാവർഷക്കാലത്തുള്ളതുപോലെയാണ് ഇപ്പോൾ ഉച്ചതിരിഞ്ഞുള്ള ഇടിക്കുമിന്നലിന് പകരം വെളുപ്പിനെ ഇടിമിന്നലോട് കൂടിയ മഴയാണ് പലയിടത്തും അനുഭവപ്പെടുന്നത്. ബംഗാൾ ഉൾക്കടൽ, ന്യൂനമർദ്ദം എന്നൊക്കെ പല പേരുകൾ നമ്മളതിനെ വിളിക്കാറുണ്ട്. എന്തായാലും മഴയുടെ കുളിരും സുഖവും ഒക്കെ ആസ്വദിക്കുകയും മഴക്കെടുതികൾ മറ്റു പലയിടത്തും അറിഞ്ഞുകൊണ്ടും ഒക്കെ ഇരിക്കുന്ന കാലമാണ്. ഇതിനെ ഒന്നും നമുക്ക് മാറ്റാനാവില്ല. ആ ഒരു ഓളത്തിലും ഒഴുക്കിലും ഒത്ത് പോവുക എന്നത് മാത്രം. നമുക്ക് ഇന്നൊരു കഥ കേൾക്കാം. കഥയുടെ പേര് മോഹിത. ഈ 2 പടികൾ ഒന്നിച്ചിറങ്ങി ലോബിയിലെത്തിയപ്പോൾ മോഹിത നിത്യശീലം കൊണ്ട് കൈത്തണ്ടയിലെ വാച്ചിലേക്ക് നോക്കിപ്പോയി. നാഴിക മണിക്കനുസരിച്ച് നീങ്ങുക എന്നത് ഒരു ജീവിത രീതി ആയി പോയതുകൊണ്ടാവാം ഒരു ഉല്ലാസയാത്രയ്ക്കിറങ്ങുമ്പോഴും മനസ്സ് സ്വതന്ത്രമാകുന്നില്ല. അറിയാതെ വാച്ച് നോക്കി പോകുന്നു അവൾ മനസ്സിലോർത്തു. താഴെ കൂടി നിൽക്കുന്ന 11 പേരിലെ 12ാമനാകാനായി അവൾ മുന്നോട്ട് നീങ്ങി. എല്ലാവരെയും മുഖപരിചയമുണ്ട്. കഴിഞ്ഞ 2 ദിവസമായി കാണുന്ന പരിചയം മാത്രം. ആദ്യ ദിവസം തന്നെ എല്ലാവരും പേരും മറ്റു വിവരങ്ങളും ഒക്കെ പറഞ്ഞ് പരിചയപ്പെട്ടിരുന്നു എങ്കിലും അന്ന് കേട്ടപ്പോഴും ഇപ്പോഴും ഒരു വിശദാംശവും മനസ്സിൽ തങ്ങി നിൽക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ആരോടും കൂടുതൽ സംസാരിക്കേണ്ട ബാധ്യതയും വരുന്നില്ല എന്നത് ഒരു സ്വകാര്യ സന്തോഷമായി അവൾക്ക് തോന്നി. അടുത്ത നിമിഷം തന്നെ ആ തോന്നലിനെ തുടച്ചു മാറ്റാൻ മോഹിത ശ്രമിച്ചു. താൻ എന്താ സമൂഹത്തിൽ നിന്ന് ഇടപഴകുന്നതിൽ നിന്ന് ഇങ്ങനെ വിട്ടുനിൽക്കാൻ നോക്കുന്നത് അല്ലെങ്കിൽ പിന്തിരിയുന്നത് എന്നവൾക്ക് തീരെ മനസ്സിലായില്ല. പ്രായത്തിന്റെ മാറ്റമാണോ, അതോ ജീവിതത്തിലെ മരവിപ്പ് മെല്ലെ സ്വഭാവ രീതിയായി മാറുന്നതാണോ? തീർച്ചയില്ല. 2 ദിവസമായി തുടരുന്ന റിഫ്രഷർ ക്യാമ്പ് 3ാം ദിവസമായ ഇന്നത്തെ ഔട്ടിംഗ് പരിപാടിയോടുകൂടി സമാപിക്കുകയാണ്. സാധാരണ ഇങ്ങനെയുള്ളതൊക്കെ ഒഴിവാക്കുകയാണ് അവൾ ചെയ്യാറുള്ളത്. എങ്കിലും ഇത്തവണ മേലുദ്യോഗസ്ഥൻ കർശനമായി പറഞ്ഞതുകൊണ്ട് ഇന്നിപ്പോൾ ഇവിടെ ഉണ്ടാവാതിരിക്കാൻ കഴിയില്ലായിരുന്നു. മുൻപ് പലപ്പോഴും അയാളോടൊപ്പം വന്നിട്ടുള്ള നഗരമാണെങ്കിലും കുറച്ചകലെയായി കുന്നിൻ മുകളിലായി ഇന്ന് എല്ലാവരും കൂടി ഒരുമിച്ച് കാണാൻ പ്ലാൻ ഇട്ടിരിക്കുന്ന വെള്ളച്ചാട്ടം അവളും ഇതുവരെ കണ്ടിട്ടില്ല. ക്യാമ്പിലുണ്ടായിരുന്ന മിക്കവരും നഗരത്തിരക്കിലേക്കും നഗരത്തിലെ പ്രശസ്തമായ അമ്പലത്തിലേക്കും പോകുന്ന സംഘത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ താരതമ്യേന പേര് കേട്ടിട്ടില്ലാത്ത ഈ വെള്ളച്ചാട്ടം കാണാനുള്ള കൂട്ടത്തിൽ വിരലിലെണ്ണാവുന്നവരെ ഉണ്ടായിരുന്നുള്ളൂ. അത് മോഹിതയെ വാസ്തവത്തിൽ സന്തോഷിപ്പിച്ചു. നിറയെ ചിരിയും ബഹളവും ഒന്നും അവൾക്ക് പറ്റുമായിരുന്നില്ല. ഗുഡ് മോർണിംഗ് മാഡം, നമുക്കിനി നീങ്ങാം. മുന്നിലെ ചിരി നിറഞ്ഞ മുഖം അവളെയും കൂട്ടത്തിലേക്ക് ക്ഷണിച്ചു. മുന്നോട്ട് നീങ്ങുന്ന ആ ചെറിയ സംഘത്തിൽ പലർക്കും കയ്യിൽ ക്യാമറകൾ ഉണ്ടായിരുന്നു. പുരുഷന്മാർ മുന്നിട്ട് നിന്ന ആ സംഘത്തിൽ ചിലരൊക്കെ 2 ദിവസമായി കണ്ടിരുന്ന ഔദ്യോഗിക വേഷത്തിൽ നിന്ന് സ്വതന്ത്രരായി ടീഷർട്ടിലും അരക്കാലുറയിലുമായിരുന്നു. ചിലരൊക്കെ തലയിൽ ഒരു തൊപ്പി കൂടി വെച്ച് കടന്നു പോകുന്ന പ്രായത്തെ തിരിച്ചു പിടിക്കാൻ ശ്രമിക്കുന്നുമുണ്ടായിരുന്നു. പരസ്പരം സംസാരിച്ച് ഇടകലർന്ന് മുന്നോട്ട് നീങ്ങുന്ന അവരെ കൗതുകപൂർവ്വം നോക്കിയ മോഹിതയ്ക്ക് നേരിയ ഒരു അത്ഭുതം തോന്നി. ഇവരൊക്കെ നേരത്തെ തന്നെ പരസ്പരം അറിഞ്ഞിരുന്നവരായിരുന്നോ, അതോ കഴിഞ്ഞ 2 ദിവസമായി തുടങ്ങിയ സൗഹൃദമാണോ? അങ്ങനെ ചിന്തിച്ചപ്പോൾ അവൾക്ക് നിരാശ തോന്നി. താൻ എന്താ ആരുടെയും പേര് പോലും ഓർമ്മിക്കാത്തത്? മുന്നിലെ പാർക്കിങ്ങിൽ കിടന്ന വലിയ ബസ് കണ്ടപ്പോഴേ കൂട്ടത്തിലെ പ്രായമായ മീശക്കാരൻ പറയുന്നത് കേട്ടു. 10 പേർക്ക് പോവാൻ ഇത്ര വലിയ ബസ്സോ? ഇങ്ങനെയാണ് ഈ സർക്കാർ പൈസ ധൂർത്തടിക്കുന്നത്. അല്ലെങ്കിൽ തന്നെ തട്ടിമുട്ടിയാണ് മുന്നോട്ടോടുന്നത്. പൂർത്തിയാക്കുന്നതിന് മുൻപേ മറ്റാരോ വിലക്കുന്നതും കേട്ടു. എന്റെ പൊന്നു തരകൻ സാറേ, ഞാനിതെന്നും ഓഫീസിൽ കേൾക്കുന്നതല്ലേ, ഇന്നൊരു ദിവസത്തേക്ക് നമുക്കതൊക്കെ മറക്കാം. അവൾക്കും അങ്ങനെ തന്നെ മനസ്സിൽ തോന്നി. ശരിയാണ്, ഇന്നൊരു ദിവസത്തേക്ക് ഒക്കെ മറക്കാം, മറ്റൊന്നും വേണ്ട ചിന്തകളിൽ.
കോളേജ് ട്രിപ്പിന് പോകുന്ന ഒരു കുട്ടിയുടെ ലാഘവത്വം മനസ്സിൽ കൊണ്ടുവരാൻ ഒരു ശ്രമം നടത്തി നോക്കാം. ബസ്സിനുള്ളിൽ കയറി ഒന്ന് നോക്കി. ഏത് സീറ്റിൽ ഇരിക്കണം എന്ന് നിശ്ചയിക്കാനാവാതെ ഒരു നിമിഷം നിന്ന മോഹിത ഡ്രൈവറുടെ ക്യാബിനിൽ മുൻനിരയിലുള്ള സീറ്റിലേക്ക് നീങ്ങി. ഒരു യാത്രയിലും ഇന്നുവരെ ഇരിക്കാത്ത ഒരു സീറ്റ് ആവട്ടെ ഈ യാത്രയിൽ, അവൾ സ്വയം പറഞ്ഞു. ഇതിനകം ബസ്സിൽ കയറി കഴിഞ്ഞിരുന്ന പലരും ഒട്ടൊരു അത്ഭുതത്തോടെയാണ് മുന്നിലേക്ക് നീങ്ങുന്ന അവളെ നോക്കുന്നത് എന്ന് കണ്ടപ്പോൾ അവൾക്കൊരു രസം തോന്നി. മറ്റാരും ചെയ്യാത്തത് ചെയ്യുന്നതിൽ ഹരം കണ്ടിരുന്ന പണ്ടത്തെ മോഹിത ഇപ്പോഴും തന്നിൽ എവിടെയൊക്കെയോ ബാക്കി നിൽക്കുന്നുണ്ട് എന്ന് അവൾക്ക് ബോധ്യമായി. ആ തോന്നലുളവാക്കിയ സുഖത്തിൽ അവൾ മുന്നിലെ സിംഗിൾ സീറ്റിൽ സൗകര്യമായിരുന്നു. ഇനി വരുന്ന സാരഥി ഒരു മിടുക്കനും കൂടെ ആയാൽ ഇന്നത്തെ യാത്ര സഫലമായി, അവൾ ഒരു ചിരിയോടെ മനസ്സിലോർത്തു. അവളുടെ മനസ്സ് കണ്ടിട്ടെന്നവണ്ണം അല്പസമയത്തിനകം ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറി വന്നത് ഒരു ചെറുപ്പക്കാരൻ തന്നെയായിരുന്നു. വലിയ സുന്ദരനൊന്നുമല്ലെങ്കിലും തെറ്റില്ലാത്ത ഒരു മുഖം. അയാളുടെ ഉയരമാണ് മോഹിത ആദ്യം ശ്രദ്ധിച്ചത്. ഉയർന്ന കവിളെല്ലുകളും വൃത്തിയായി ചെത്തി ഒതുക്കി വെച്ചിരിക്കുന്ന താടിയും ഒക്കെ കൂടെ നോക്കിയിരുന്നാൽ മുഷിയാത്ത ഒരു ചെറുപ്പക്കാരൻ. ഞാൻ അശോകൻ, നമുക്ക് യാത്ര തുടങ്ങാമല്ലേ? സീറ്റിലിരുന്ന് പിന്നോട്ടൊന്ന് നോക്കി എല്ലാവരോടുമായി ഒരു ശുഭയാത്ര ആശംസിച്ചുകൊണ്ട് തിരിഞ്ഞ അവൻ മുന്നിലത്തെ സീറ്റിൽ അവളുടെ രൂപം കണ്ണിൽ തടഞ്ഞപ്പോൾ ഒരു നിമിഷം ഒന്ന് അമ്പരന്ന മട്ടിൽ നോക്കി. അതിൽ രസം തോന്നിയ മോഹിത എടുത്തു ചോദിച്ചു, ഈ സീറ്റിൽ ആരും ഇല്ലല്ലോ അല്ലേ? എനിക്കിരിക്കാമല്ലോ? പിന്നെന്താ മാഡം, മറ്റെല്ലാവരെക്കാൾ മുൻപേ നമുക്ക് കാഴ്ചകൾ കാണാം. നമ്മൾ കണ്ടു തീർന്നതേ മറ്റുള്ളവർ കാണും. പറഞ്ഞിട്ട് ഒന്ന് ചിരിച്ച് അയാൾ വണ്ടിയെടുത്തു. ആ ഒരൊറ്റ വാചകത്തിൽ തന്നെ മോഹിതയ്ക്ക് അയാളോടും ആ സംസാര രീതിയോടും എന്തിനെന്നില്ലാത്ത ഒരിഷ്ടം തോന്നി. ഗസ്റ്റ് ഹൗസിൽ നിന്ന് പുറത്തേക്കിറങ്ങിയ വാഹനം ആദ്യം കുറച്ചു സമയം നഗരത്തിലെ തിരക്കിലൂടെയാണ് മുന്നോട്ടു പോയത്. മനുഷ്യനും മനുഷ്യരെ വഹിക്കുന്ന വാഹനങ്ങളും ഗതാഗത നിയന്ത്രണ സൂചകങ്ങളും ഒക്കെ കൂടെ തിരക്ക് കൂട്ടുന്ന നഗരത്തിലെ ആ വഴികളിലൂടെ തികഞ്ഞ വൈദഗ്ധ്യത്തോടെ തന്റെ വാഹനം മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ മിടുക്കനായിരുന്നു ആ ചെറുപ്പക്കാരൻ. ഇടയ്ക്കെപ്പോഴോ അയാൾ ഒരു പഴയ ഹിന്ദി പാട്ട് മൂളുന്നതും കേട്ടു. അനായാസമായ ആ ഡ്രൈവിംഗ് അവൾ ആസ്വദിച്ചു തുടങ്ങിയിരുന്നു. ഡ്രൈവിംഗ് ഒരു കലയാണ്, നിനക്കതിൽ യാതൊരു താല്പര്യവും ഇല്ലാത്തത് കൊണ്ടാണ്. പറഞ്ഞു തരാം എന്നല്ലാതെ നിനക്ക് പകരം ഞാൻ ഓടിച്ചാൽ മതിയോ? വെറുതെ ബാഗിൽ എടുത്തു വെക്കാൻ മാത്രമായിട്ടൊരു ലൈസൻസ്. അയാളുടെ ശബ്ദം എവിടെ നിന്നോ കേൾക്കുന്നത് പോലെ തോന്നി. പലതവണ അവളെ പ്രേരിപ്പിച്ച് ഒടുവിൽ ആ ശ്രമം ഉപേക്ഷിച്ച അയാളുടെ ഡ്രൈവിംഗ് ആവട്ടെ അവൾക്കൊരിക്കലും രസകരമായ ഒരനുഭവമായി തോന്നിയിട്ടേയില്ല. സ്റ്റിയറിംഗ് വീലിന് പിന്നിൽ ഇരിക്കുന്ന നിമിഷം തൊട്ട് നിരത്തിൽ പോകുന്ന മറ്റു വാഹനങ്ങളെയും അത് നിയന്ത്രിക്കുന്നവരെയും ചീത്ത പറയുക അയാളുടെ ഒരു ശീലമായിരുന്നു. ആദ്യത്തെ തവണ കേട്ട് ഞെട്ടിപ്പോയ ഒരു വാക്കിന്റെ അസഭ്യതയും അതുണ്ടാക്കിയ അറപ്പും ദിവസങ്ങളോളം അവളെ പിന്തുടരുന്നു. അത് ഉറക്കെ പറയുന്നതിൽ അയാൾ ഒരുതരം സുഖം അനുഭവിച്ചിരുന്നു എന്നത് പിന്നീട് നിരന്തര ശീലത്താലാണ് അവൾക്ക് മനസ്സിലായത്. ബ്രേക്ക് ഉരയുന്ന ശബ്ദം കേട്ട് ചിന്തയിൽ നിന്ന് തിരിച്ചു വന്ന മോഹിത ശ്രദ്ധിച്ചപ്പോൾ തല പുറത്തേക്ക് നീട്ടി ഡ്രൈവർ പറയുന്നത് കേട്ടു, നോക്കിപ്പോ മോനെ, വീട്ടിലിരിക്കുന്നവർക്ക് വെറുതെ പണിയുണ്ടാക്കാതെ. തല ഉള്ളിലേക്ക് വലിച്ച് അവളെ നോക്കി ഒരു ചെറുചിരിയോടെ അയാൾ തുടർന്നു, ഇനിയിപ്പോ തിരക്ക് കുറഞ്ഞു. നമ്മൾ ഇവിടെ നിന്ന് വേറെ ഒരു വഴിയിലാണ്. ഇവിടെ നമുക്ക് തിരിഞ്ഞു പോകണം. അവൻ പറയുന്നത് കേട്ടാൽ സ്ഥിരം ആ ബസ്സിൽ ഒപ്പം യാത്ര ചെയ്യുന്ന ഒരാളോട് പറയുന്ന രീതി ഉണ്ടായിരുന്നു. മോഹിതയ്ക്ക് ഏറ്റവും സന്തോഷം തോന്നിയത് അവളെ ഒരു സ്ത്രീയായി കാണാതെ ഒരു സഹയാത്രികനായി കണക്കാക്കി അശോകൻ സംസാരം തുടർന്നതാണ്. വണ്ടി ഇപ്പൊ എഞ്ചിൻ പണി കഴിഞ്ഞ് ഇറക്കിയതേ ഉള്ളൂ, അല്ലെങ്കിൽ വെട്ടിച്ച് കയറിപ്പോവാൻ ഒരുത്തനെ ഞാൻ സമ്മതിക്കത്തില്ല, അത് കാര്യം വേറെ. വണ്ടിയുടെ എഞ്ചിൻ പണി കഴിഞ്ഞ് ഈയിടെ ഇറങ്ങിയതും ഡീസൽ വിലയിലെ പുതിയ വർധനയും യൂണിയൻ ഒന്നിലും ഇടപെടാത്തതിനെ കുറിച്ചുമൊക്കെ അവൻ സംസാരിച്ചു കൊണ്ടേയിരുന്നു. ഇടയ്ക്ക് ആരോ ആവശ്യപ്പെട്ടതനുസരിച്ച് വണ്ടിയിലെ വീഡിയോ പ്രവർത്തിപ്പിച്ചു തുടങ്ങി. ഇത്തിരി കൂടി മുന്നോട്ട് ഓടിക്കഴിഞ്ഞപ്പോൾ ഭൂപ്രകൃതി തന്നെ പാടെ മാറിപ്പോയി. നഗരത്തിനടുത്ത് ഇങ്ങനെയും ഒരു സ്ഥലമോ എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ പച്ചപ്പും കുളിർമയും നിറഞ്ഞ കാട്ടുപ്രദേശങ്ങൾ കണ്ടു തുടങ്ങി. ഇടയ്ക്ക് കയറ്റത്തിൽ എഞ്ചിൻ തണുപ്പിക്കാൻ നിർത്തിയപ്പോൾ ആണുങ്ങൾ പലരും ഒന്ന് പുകയ്ക്കാനും വിശാലതയിൽ മൂത്രമൊഴിക്കാനും ഒക്കെയായി ഇറങ്ങുന്നത് അവൾ നോക്കിയിരുന്നു. പ്രതീക്ഷിക്കാതെ പിന്നിൽ നിന്ന് അവളെ ഞെട്ടിച്ചുകൊണ്ട് നീണ്ടുവന്ന കയ്യിൽ ഒരു ചെറിയ പൊതി ഉണ്ടായിരുന്നു.
ഒരു ചിരിക്കൊപ്പം അശോകൻ പറഞ്ഞു, ഉപ്പിലിട്ട കൈതച്ചക്കയാണ്. മാഡം കഴിച്ചിട്ടുണ്ടോ? നല്ല സ്വാദാണ്. കൈതച്ചക്ക ഉപ്പിലിട്ടതോ എന്ന ചോദ്യം അവളുടെ ചുണ്ടിന്റെ അറ്റത്ത് തങ്ങി നിന്നു. നല്ലതാണ്, അടിവാരത്തിൽ മാത്രം കിട്ടുന്നതാണ്. കയറ്റത്തിൽ ഇതൊക്കെ കഴിക്കാൻ ഒരു സുഖമാണ്. പൊതി നീട്ടി നിന്ന് അവൻ പറഞ്ഞു. പൊതി തുറന്ന് ഒരു കഷ്ണം സംശയിച്ചെടുത്ത് സ്വാദ് നോക്കുമ്പോൾ ഇങ്ങനെയുള്ളതൊന്നും തന്നെ വഴിവെക്കിൽ നിന്ന് വാങ്ങി കഴിക്കാറേ ഇല്ലല്ലോ എന്നൊരു ചിന്ത എവിടെ നിന്നോ മനസ്സിലേക്ക് എത്തി നോക്കി തിരിച്ചുപോയി. പുറത്തെ കാഴ്ചകളിലേക്ക് കണ്ണും നട്ടിരുന്നപ്പോൾ എന്തിനെക്കുറിച്ചൊക്കെയോ കാര്യഗൗരവത്തോടെ സംസാരിക്കുന്ന സ്വരം താരാട്ടുപോലെ കാതിൽ വന്ന് വീണുകൊണ്ടിരുന്നപ്പോൾ ഇടയ്ക്കെപ്പോഴൊന്ന് മയങ്ങി എന്നവൾക്ക് തോന്നി. കണ്ണ് തുറന്നപ്പോൾ കണ്ടത് പുക പോലെ മേലോട്ടുയർന്നു പൊങ്ങുന്ന ജലപാളികളാണ്. ഇത് തകർത്തുട്ടോ ഗിരീഷ്, കിടിലൻ സംഭവമായല്ലോ. ക്ലാസ് ആയിട്ടുണ്ട്. ഇങ്ങനൊരു സ്ഥലം നമ്മൾ ഇതുവരെ കേട്ടിട്ടേ ഇല്ല കേട്ടോ. കൂട്ടത്തിലുണ്ടായിരുന്ന ക്ലീൻ ഷേവുകാരനെ ആരൊക്കെയോ അഭിനന്ദിക്കുന്നതും കേട്ട് മോഹിത മെല്ലെ പുറത്തേക്കിറങ്ങി. മാഡം വെള്ളത്തിലിറങ്ങുന്നില്ലേ? തോർത്ത് വേണമെങ്കിൽ എക്സ്ട്രാ ഉണ്ട് കേട്ടോ. മുകളിൽ പോയാൽ കുളിക്കാൻ സൗകര്യമുള്ള സ്ഥലമുണ്ട്. നമുക്ക് ഒന്ന് ഇറങ്ങി വരാം. ആദ്യ ദിവസം തന്നെ വന്നു പരിചയപ്പെട്ട ചുരുണ്ട മുടിക്കാരുടെ ചോദ്യത്തിന് ഇല്ല എന്ന തലയാട്ടലിൽ കൂടെ മറുപടി കൊടുത്ത ശേഷം കയ്യിലെ ബാഗിൽ നിന്ന് ക്യാമറ എടുത്ത് അവൾ മുന്നോട്ട് നീങ്ങി. സാധാരണ ജലപാതങ്ങളിൽ കാണുന്നത് പോലെയുള്ള തിരക്കും വിളികളും ഒന്നുമില്ല. പാറക്കെട്ടിൽ വന്ന് അലച്ചു വീഴുന്ന വെള്ളത്തിന്റെ ശബ്ദം മാത്രം മുഴങ്ങിക്കേൾക്കുന്നു. സുരക്ഷിതമായി കുളിക്കാൻ പറ്റിയ സ്ഥലം ഏത് എന്നന്വേഷിച്ച് 2-3 പേരടങ്ങുന്ന സംഘങ്ങൾ പലയിടത്തേക്കായി ചിതറി. ഇതിനോടകം അവരൊക്കെ തന്നെയും ഓരോ ഗ്രൂപ്പായി കഴിഞ്ഞിരുന്നു എന്നത് അവളെ തെല്ലൊന്നുമല്ല അത്ഭുതപ്പെടുത്തിയത്. മത്സര പരീക്ഷകളിൽ ചിലപ്പോഴൊക്കെ കാണാറുള്ള കൂട്ടത്തിൽ പെടാത്തത് കണ്ടുപിടിക്കുക എന്ന ചോദ്യത്തിന് ഉത്തരം പോലെ അവൾ മാത്രം അവിടെ നിന്നു. താഴേക്കിറങ്ങിയാൽ സ്വസ്ഥമായി വെള്ളത്തിലിറങ്ങാൻ പറ്റിയ സ്ഥലമുണ്ട്. ഞാനും ഒന്ന് ഇറങ്ങി വരാം. അവളെ കടന്ന് മുന്നോട്ട് പോയ വഴി അശോകൻ പറഞ്ഞു. അപ്രതീക്ഷിതമായി പിന്നിൽ കേട്ട സ്വരമാണോ? തൊട്ടോ തൊട്ടില്ല എന്ന മട്ടിൽ കടന്നുപോയ പുരുഷ ശരീരമാണോ? അതോ കൂടിയ ശരീര ഓഷ്മാവാണോ? നട്ടെല്ലിന് പിന്നിലൂടെ വൈദ്യുതി കടന്നു പോകുന്ന ഒരു തോന്നലുണ്ടാക്കിയത് എന്നവൾക്ക് വ്യക്തമായില്ല. തലയാട്ടാൻ പോലും മറന്ന് മോഹിത അവൻ പോയ വഴിയിലേക്ക് നോക്കി നിന്നു. കുളിക്കുന്നില്ലെങ്കിലും മുകളിൽ കയറിയ വെള്ളച്ചാട്ടം അടുത്ത് കാണാം. നമുക്കും കാലൊന്ന് നനയ്ക്കാം. ഇവിടെ വരെ വന്നതല്ലേ. തമ്മിൽ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് നീങ്ങിയ 2 സ്ത്രീകളെ നോക്കി നിന്ന മോഹിതയ്ക്ക് അവിടെ തന്നെ നിൽക്കണോ അതോ മുകളിൽ പോയി നോക്കണോ എന്ന് തീരുമാനിക്കാനായില്ല. പിന്നിൽ നിന്ന് വന്ന ഒരു ജോഡി അവളെ കടന്ന് മുന്നോട്ട് പോകുന്ന കൂട്ടത്തിൽ അവളും മെല്ലെ കയറി തുടങ്ങി. മുകളിലെത്തിയ വ്യൂ പോയിന്റ് ഉണ്ട്. മുന്നോട്ട് പോകുന്ന ചെറുപ്പക്കാരിയുടെ തോളിൽ കൈയിട്ട് ചേർത്ത് പിടിച്ച് ഒപ്പം നടന്ന പയ്യൻ പറയുന്നത് ചെവിയിൽ വന്നു വീണു. സംസാരത്തിനിടയ്ക്ക് ചുറ്റുമൊന്ന് നോക്കി മുഖം കുനിച്ച് എന്തോ കാതിൽ പറയുന്നതും തോളിൽ നിന്ന് താഴേക്ക് ഊർന്നിറങ്ങിയ അവന്റെ കൈ ഒരു നിമിഷം കൂട്ടുകാരിയുടെ ഇടുപ്പിൽ അമരുന്നതും കണ്ട മോഹിതയ്ക്ക് ഉള്ളിൽ നിന്നും ഒരു തിക്കുമുട്ടൽ അനുഭവപ്പെടുന്നതായി തോന്നി. അയാളുടെ ഒപ്പം ജീവിതം തുടങ്ങിയ ആദ്യ ദിവസങ്ങൾ തോന്നിപ്പിച്ചിരുന്നത് പോലെയുള്ള ഒരാവേശം. എന്തോ ഒരു തോന്നലിൽ മുകളിലേക്കുള്ള കയറ്റം വേണ്ട എന്ന് വെച്ച് അവൾ താഴേക്ക് നീങ്ങി. താനായിട്ട് ആ ഇണകളുടെ സ്വകാര്യ നിമിഷങ്ങൾ ഇല്ലാതാക്കണ്ട, അവൾ മനസ്സിലോർത്തു. ബസ് കിടന്ന സ്ഥലത്തു നിന്ന് ഇടത്തോട്ടുള്ള വഴിയെ അശോകൻ നടന്നുപോയത് ലക്ഷ്യം വെച്ച് അവൾ നീങ്ങി. കഷ്ടിച്ച് ഒരാൾക്ക് നടക്കാവുന്ന വീതി മാത്രമുള്ള നടപ്പാതയിൽ മെല്ലെ താഴേക്കിത്തിരി നടന്നപ്പോൾ കണ്ടു ചെറിയ പാറക്കല്ലുകളും പൊന്തക്കാടുകളും നിറഞ്ഞ ഒരു സ്ഥലം. കടവ് പോലെ തോന്നിപ്പിക്കുന്നു. ഷർട്ട് അഴിച്ചു മാറ്റി ഒരു കള്ളിമുണ്ടുടുത്ത് വളരെ സ്വാഭാവികമായി തുറന്ന അന്തരീക്ഷത്തിൽ കുളിക്കുന്ന അശോകനെ കണ്ടപ്പോൾ എന്തുകൊണ്ടോ മോഹിതയ്ക്ക് സുഖകരമായ കുളിരുള്ള നീല വെളിച്ചം നിറഞ്ഞു നിൽക്കുന്ന മുറി ഓർമ്മ വന്നു. സ്വന്തം മുറിയുടെ സ്വകാര്യതയിൽ പോലും ഷർട്ട് അഴിക്കാൻ താല്പര്യം കാണിക്കാത്ത അയാൾ നിർബന്ധത്തിന് വഴങ്ങി എപ്പോഴെങ്കിലും ഷർട്ട് അഴിച്ചു മാറ്റിയാലും അവളുടെ ശരീരത്തിൽ നിന്ന് വേർപെടുന്ന അതേ നിമിഷത്തിൽ ഒരു നിഷ്ഠ പോലെ പൈജാമയും ബനിയനും എടുത്ത് ധരിക്കുന്നത് കാണുമ്പോൾ വേണ്ടിയിരുന്നില്ല എന്നാണ് തോന്നാറുള്ളത്. അർത്ഥമയക്കത്തിന്റെ തളർച്ചയിൽ വസ്ത്രങ്ങൾ അതിരിടാതെ വിയർത്ത ദേഹത്തോടൊട്ടിച്ചേരുക എന്നത് അവളുടെ ചിന്തകളിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന സങ്കല്പമായിരുന്നു. ശരീരങ്ങൾ അയയുന്ന നിമിഷത്തിൽ വളരെ അത്യാവശ്യമായി എഴുന്നേറ്റ് പോകുന്ന അയാളും
പിന്നീട് കേൾക്കുന്ന അസമയത്തെ കുളിയുടെ ശബ്ദവുമൊക്കെ ആദ്യം അവൾക്കൊരു തമാശയായിരുന്നു. താഴത്തെ ഫ്ലാറ്റിലെ വിശ്വേട്ടന് കൃത്യം കണക്ക് മനസ്സിലാകൂട്ടോ എന്നൊക്കെ എപ്പോഴൊക്കെ ആദ്യം അവൾ തമാശയ്ക്ക് പറഞ്ഞത് അയാൾക്ക് പിടികിട്ടിയിരുന്നില്ല. പിന്നെ കാര്യം മനസ്സിലായപ്പോൾ ഇത്ര വില കുറഞ്ഞൊരു തമാശയോ എന്ന മട്ടിലുള്ള അയാളുടെ നോട്ടം എപ്പോഴോ മോഹിതയെ നിശബ്ദയാക്കിയിരുന്നു. ചിരിയും സംസാരവും മാത്രമല്ല, സ്നേഹിക്കൽ കൂടി ഒരു പരിധി വെച്ചു മതി എന്ന് സ്വയം അടിച്ചേൽപ്പിക്കുന്നത് കണ്ടപ്പോഴാണ് സത്യത്തിൽ അവൾക്ക് ആദ്യമായി മടുപ്പ് തോന്നി തുടങ്ങിയത്. ഇതൊക്കെ എങ്ങനെയൊക്കെ ആവണം എന്നതിന് മനസ്സിൽ തീരുമാനിച്ചു വെച്ചിരിക്കുന്ന ഒരു ടൈം ടേബിൾ എന്തെങ്കിലും ഉണ്ടോ എന്ന തന്റെ സംശയം അവൾ ചോദിച്ചിട്ടില്ല ഇതുവരെ. മറുപടി എന്താവും എന്ന ഉറപ്പില്ലായ്മ കൊണ്ട് തന്നെ. ശരീര ഊഷ്മാവളന്ന് ഡോക്ടർ പറഞ്ഞിരിക്കുന്ന ദിവസങ്ങളിൽ അനുഷ്ഠാനം പോലെ ആവർത്തിച്ചിരുന്ന കിടപ്പറയിലെ കസർത്തുകൾ അവൾക്ക് എത്രയോ മുൻപേ മടുത്തു കഴിഞ്ഞിരുന്നു. അതിലും അസഹ്യമായിരുന്നു പാതി ഉണർച്ചയിൽ കുളിമുറിയിൽ നിന്ന് കേൾക്കുന്ന വെള്ളത്തിന്റെ ശബ്ദം. അവളോ ബെഡ്ഷീറ്റിലെ പാടുകളോ ശരീരത്തിൽ സ്പർശിക്കാതിരിക്കാൻ ശ്രദ്ധിച്ച് സൂക്ഷിച്ച് വന്നു കിടക്കുന്ന അയാളുടെ ചലനങ്ങൾ അറിഞ്ഞ് കണ്ണും തുറന്നു കിടക്കുമ്പോൾ എന്തിനെന്നില്ലാതെ അവൾക്ക് കരച്ചിൽ വരുമായിരുന്നു. മനസ്സിനെ തൊടാതെ ശരീരത്തിൽ മാത്രം സ്പർശിക്കുന്ന കൈകൾ എടുത്തു മാറ്റാൻ കഴിയാത്ത താനും ഒരു ശരീര വിൽപ്പനക്കാരിയും തമ്മിൽ ഒരു വ്യത്യാസവും കാണാൻ അവൾക്ക് കഴിഞ്ഞിരുന്നില്ല. തിരഞ്ഞെടുപ്പിന്റെ സ്വാതന്ത്ര്യം പോലും ഇല്ലാത്ത തന്നോട് അവൾക്ക് ഈയിടെയായി സഹതാപം പോലും തോന്നാറില്ല. ഒരു തരം മരവിപ്പ്, അയാളുടെ ഭാഷയിൽ മിഡ് ലൈഫ് ക്രൈസിസ്. വെള്ളത്തിലിറങ്ങണമെങ്കിൽ ആയിക്കോളൂ മാഡം, ഇവിടെ തീരെ അപകടമില്ല. ഓർമ്മകളിൽ എവിടെയോ ആയിരുന്ന അവളോട് പറഞ്ഞുകൊണ്ട് അശോകൻ റോഡിലേക്ക് തിരികെ നടക്കാൻ ഭാവിച്ചു. ഹേയ് വേണ്ട അശോക്, ഞാൻ ഇറങ്ങുന്നില്ല, വെറുതെ ഒന്ന് നോക്കാൻ വന്നു എന്നേയുള്ളൂ. പറഞ്ഞതിനൊപ്പം അവന്റെ പിന്നാലെ നടന്നു തുടങ്ങി അവളും. മടക്കി കുത്തിയിരിക്കുന്ന മുണ്ടിന്റെ തുടർച്ചയായി കാണുന്ന അവന്റെ രോമാവൃതമായ കാലുകളെ പിന്തുടർന്ന് നടന്നപ്പോൾ വിചിത്രമായൊരു തോന്നൽ അവളിലേക്ക് കയറി വന്നു. തന്റെ ജീവിതത്തിലെ എല്ലാ മരവിപ്പും മാറാനുള്ള ഒരു നിമിത്തമായി കൂടെ ഈ യാത്ര? അല്ലെങ്കിൽ ഇന്നത്തെ യാത്ര വേണ്ട എന്ന് വെച്ച് എപ്പോഴേ തിരികെ ഫ്ലാറ്റിലെത്തേണ്ടതാണ്? ഔദ്യോഗിക യാത്ര കഴിഞ്ഞ് അയാൾ ഇന്ന് വൈകുന്നേരമേ തിരിച്ചെത്തൂ എന്നതുകൊണ്ട് മാത്രം താൻ നിൽക്കേണ്ടി വന്നത് ഇതിനാവുമോ? ആകെ ഈ കൈവെള്ളയിൽ ഒതുക്കാൻ പാകത്തിൽ ഈശ്വരൻ തന്നിരിക്കുന്ന ഒരു ജീവിതം, അതിന് എന്തെങ്കിലും ഒരു എരിവും പുളിയും ഒക്കെ വേണ്ടേ? ഓരോന്നാലോചിച്ച് നടന്ന മോഹിത റോഡ് എത്തിയതറിഞ്ഞില്ല. റോഡിലേക്കുള്ള ചെറിയ കയറ്റത്തിൽ തിരിഞ്ഞു നിന്ന് അവൾക്ക് നേരെ കൈ നീട്ടിയ അശോകന്റെ കയ്യിൽ പിടിച്ചു കയറുമ്പോൾ അവളുടെ നിയന്ത്രണത്തിലല്ലാതെ മനസ്സ് പലതും പ്ലാൻ ചെയ്യുകയായിരുന്നു. ഇവിടെ നിന്നാൽ നല്ല പടങ്ങൾ എടുക്കാം മാഡം. വലത്തു ഭാഗത്തേക്ക് കൈ ചൂണ്ടി പറഞ്ഞത് അത്ര ശ്രദ്ധിക്കാതെ അവൾ റോഡരികിലെ കലിങ്കിനടുത്തേക്ക് നടന്നു. എന്തിനോ ഉണർന്ന ശരീരവും മനസ്സും എങ്ങനെ അടക്കണം എന്ന തീർച്ചയില്ലാതെ. അശോകന്റെ മൊബൈൽ നമ്പർ ഇറങ്ങുമ്പോൾ വാങ്ങണം. ഒരു ദിവസം കഴിയട്ടെ, എന്നിട്ട് വിളിക്കാം. കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാകുമോ എന്ന് നോക്കാം. ഒരു വിവാഹേതര ബന്ധത്തിന്റെ സാങ്കല്പിക സാധ്യതകൾ കണക്ക് കൂട്ടാൻ ശ്രമിച്ചുകൊണ്ട് ഒരു മയക്കത്തിൽ എന്ന പോലെ മോഹിതയിരുന്നു. ഇത് തന്നെയാണോ തനിക്ക് വേണ്ടത് എന്നറിയാതെ, ഇതിനൊക്കെയുള്ള ധൈര്യം തനിക്കുണ്ടോ എന്നത് തികച്ചും ഉറപ്പില്ലാതെ. ഫോട്ടോ നേരത്തെ എടുക്കേണ്ടതായിരുന്നു അല്ലേ മാഡം? ഇപ്പോൾ വെളിച്ചം മങ്ങിയിട്ടുണ്ട്, വ്യക്തമാവില്ല. മുകളിലേക്ക് കയറുവരെ കണ്ടില്ലല്ലോ. ഏതായാലും നമുക്കൊരു ചായ കുടിക്കാം. അശോകന്റെ സ്വരം കേട്ടപ്പോൾ മോഹിത ആലോചനകളിൽ നിന്ന് പുറത്തു കടന്നു. തന്റെ ഇന്നത്തെ ദിവസം തീരെ പ്രതീക്ഷിക്കാത്ത എന്തൊക്കെയാണ് കരുതി വെച്ചിരിക്കുന്നത്? മനസ്സ് കുളിർത്ത ഒരു ചിരിക്കൊപ്പം നീട്ടിയ ചായ വാങ്ങിക്കൊണ്ട് മോഹിത ഓർത്തു. അശോകനും കൂടി ഒപ്പം ഇരിക്കാൻ തക്കവണ്ണം സൗകര്യപ്രദമായി നീങ്ങിക്കൊണ്ട് മോഹിത സ്ഥലവിശേഷങ്ങൾക്ക് ചെവി കൊടുത്തു. ഇടയ്ക്ക് സംസാരം മുറിച്ചുകൊണ്ട് മണിമുഴക്കിയ ഫോൺ എടുത്ത് അല്പം നീങ്ങി നിന്ന അവനെ കൗതുകത്തോടെ അവൾ നോക്കിയിരുന്നു. പതിവ് വഴിയിൽ നിന്ന് മാറി സഞ്ചരിക്കുന്നതിന്റെ സാഹസികത നിറഞ്ഞ സുഖം ഒരു തെന്നൽ പോലെ തന്നെ തലോടുന്നതറിഞ്ഞു. അതോടൊപ്പം അല്പം ഒരു പരിഭ്രമവും. കൗമാര മനസ്സിന്റെ തള്ളൽ പോലെ എന്തോ ഒന്ന് തൊട്ടു നിൽക്കുന്നു. അല്പസമയത്തിന് ശേഷം തിരികെ വന്ന അവൻ മുഖത്തെ ചിരി മായുന്നതിന് മുൻപേ തന്നെ പറഞ്ഞു തുടങ്ങി. കുടുംബത്തു നിന്നാണ്. ഉച്ച തിരിഞ്ഞാൽ പിന്നെ അവൾക്ക് ഒറ്റയ്ക്ക് ഇരിക്കാൻ ഒരു വെപ്രാളമാണ്. ഇനി ഇടയ്ക്കിടയ്ക്ക് വിളിച്ചുകൊണ്ടേയിരിക്കും. 8ാം മാസമാണിത്. പറയുന്ന അവന്റെ മുഖത്ത് തെളിഞ്ഞ വാത്സല്യം കണ്ടപ്പോൾ മോഹിതയ്ക്ക് എന്ത് അല്ലെങ്കിൽ എന്തിന് എന്ന് വേർതിരിച്ചറിയാനാവാത്ത ഒരു ദേഷ്യവും വെറുപ്പുമാണ് തോന്നിയത്. ആരോടൊന്നും ഉറപ്പില്ലാത്ത ഒന്ന്. തന്നെ സങ്കല്പ ലോകത്തു നിന്ന്
പൊടുന്നനെ താഴെയിറക്കാൻ ഇപ്പോൾ തന്നെ ആ ഫോൺ വിളി എന്തിനു വന്നു എന്നവൾക്ക് മനസ്സിലായില്ല. പിന്നീട് അവൻ പറഞ്ഞതൊന്നും അവൾ കേട്ടിട്ടേയില്ല. ഇനി എത്ര ശ്രമിച്ചാലും അവനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന മറ്റൊരു മുഖം കൂടി തെളിഞ്ഞു വരും എന്നവൾക്ക് ഉറപ്പായിരുന്നു. സേഫ്റ്റി വാൾവ് എന്ന് തോന്നിപ്പിച്ച ഒന്നിലേക്ക് ചായാൻ തുടങ്ങിയ മനസ്സിനെ സ്വയം തിരിച്ചുപിടിക്കാൻ ശ്രമിച്ചുകൊണ്ട് അവൾ അങ്ങനെ ഇരുന്നു. വെള്ളച്ചാട്ടത്തിന്റെയും കാടിന്റെയും മനോഹാരിതയെക്കുറിച്ചും പരിസ്ഥിതി സംരക്ഷണത്തെക്കുറിച്ചും ഒക്കെ പറഞ്ഞ് തിരികെ എത്തുന്ന സംഘത്തെ കണ്ടപ്പോൾ ആദ്യം തന്നെ അവൾ ബസ്സിനുള്ളിലേക്ക് കയറിയിരുന്നു. മാഡം പിന്നിലേക്ക് വരുന്നുവെങ്കിൽ ഇനി ഞാനിരിക്കാം കിളിയായിട്ട്, ചിരിച്ചുകൊണ്ട് പറഞ്ഞ കഷണ്ടിക്കാരനെ അപരിചിതത്വത്തോടെ ഒന്ന് നോക്കിയതല്ലാതെ മോഹിത ഒന്നും പറഞ്ഞില്ല. ഒക്കെ ഒരു പാവകളി പോലെ അവൾക്ക് തോന്നി. ആരോ വലിക്കുന്ന ചരടിന്റെ തുമ്പത്ത് നിയന്ത്രണമില്ലാതെ ചലനങ്ങൾ മാത്രമായി നീങ്ങുന്ന ഒരു കൂട്ടം പാവകൾ. ഉറക്കെ വെച്ചിരുന്ന ഏതോ സിനിമയുടെ ശബ്ദ കോലാഹലത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പിൻ സീറ്റിൽ കണ്ണടച്ചിരിക്കുമ്പോൾ മോഹിതയ്ക്ക് തലവേദനയുടെ ലക്ഷണം തോന്നി. അടഞ്ഞ കൺപോളകൾക്കിടയിൽ കറുപ്പു നിറത്തിൽ നിറയെ തിളങ്ങുന്ന വെള്ളിക്കുത്തുകൾ മിന്നുന്നത് കണ്ടപ്പോഴേ അവൾക്കുറപ്പായി ഭീകരൻ പുറപ്പെട്ടിരിക്കുന്നു എന്ന്. കയറില്ലാതെ കെട്ടിയിട്ടിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് തനിക്ക് ഒരു കാലത്തും മോചനമില്ല എന്ന തിരിച്ചറിവിൽ അവൾ തികഞ്ഞ നിർവികാരതയോടെ ബാഗിൽ വേദനാ സംഹാരിക്ക് പരതി. കയ്യിൽ തടഞ്ഞ നനഞ്ഞ പൊതി നിവർത്തി നോക്കിയപ്പോൾ ഉപ്പിലിട്ട കൈതച്ചക്ക. ആ പൊതി അങ്ങനെ തന്നെ ജനാലയിലൂടെ പുറത്തേക്ക് ആയത്തിലെറിഞ്ഞ് അവൾ വെള്ളക്കുപ്പി തുറന്നു. ഇന്നത്തെ കഥ മോഹിത. ഇഷ്ടപ്പെടുന്നു എങ്കിൽ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റായി അറിയിക്കണം. നമുക്ക് മറ്റൊരു കഥയുമായി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം.